ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാനിലെ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെയും ഭരണകൂടത്തിലെ നേതൃനിരയെയും വധിച്ചു. പക്ഷേ അമേരിക്ക ആഗ്രഹിച്ചതല്ല നടന്നത്. ഭരണമാറ്റമാണ് ഉണ്ടായത്. അതും കൊലപ്പെടുത്തിയ ഖമനിയുടെ മകനായ മറ്റൊരു ഖമനയി നേതൃനിരയിലെത്തി. ഇറാനിൽ ഭരണ നേതൃത്വം സംഭവിച്ചിട്ട് ഏകദേശം 6 ആഴ്ച പിന്നിട്ടു. പുതിയ സുപ്രീം ലീഡറായ ശേഷം മുജ്തബ ഖമനിയെ ആരും കണ്ടിട്ടില്ല എന്നതുകൊണ്ട് മുജ്തബയെയും അദ്ദേഹത്തിന്റെ തിരോധാനത്തെയും കുറിച്ച് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മുജ്തബയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യം ഇറാനികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ആയത്തുള്ള അലി ഖമനിയ്ക്ക് പിൻഗാമിയായി മകൻ മുജ്തബ ഖമനിയെ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തു എന്നതല്ലാതെ ഇന്ന് വരെ ഇറാനികൾ പുതിയ സുപ്രീം ലീഡറെ കണ്ടിട്ട് പോലുമില്ല. നിർണായകമായ ഒരു യോഗങ്ങളിൽ പോലും മുജ്തബ പങ്കെടുത്തിട്ടുമില്ല. ഇതാണ് മുജ്തബയെ കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കുന്നത്. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതിന് ശേഷം മുജ്തബ കാണാമറയത്താണ്. പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടുവെങ്കിലും ഭാര്യയും മകനും ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിനിടെ മുജ്തബയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നു. നിലവിൽ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫും മാത്രമാണ് മുജ്തബയുടെ അടുക്കൽ പോകുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ഇസ്രായേലിന്റെ ട്രാക്കിങ്ങും സാധ്യതയുള്ള ആക്രമണങ്ങളും തടയാൻ മുതിർന്ന ഇറാനിയൻ സൈനിക രാഷ്ട്രീയ നേതാക്കൾ മുജ്തബയെ സന്ദർശിക്കുന്നത് നിർത്തിവെച്ചു. ആരോഗ്യമന്ത്രിയും ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനുമായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ മേൽനോട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ നടക്കുന്നതത്രേ. പരമോന്നത നേതാവിന് ഗുരുതരമായി പരിക്കേറ്റുവെങ്കിലും അദ്ദേഹം മാനസികമായി ശക്തനും സജീവമാണ് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാലിൽ 3 തവണ ശസ്ത്രക്രിയ നടത്തി. ഒരു കൈക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നു. മുഖത്തും ചുണ്ടുകളിലും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഇത് സംസാരിക്കാൻ പ്രയാസമാക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമായി വന്നേക്കാം എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ദുർബലനായി കാണപ്പെടാനോ ദുർബലനായി തോന്നാനോ ആഗ്രഹിക്കാത്തതിനാൽ മുജ്തബ വാമൊഴിയായി ഒരു പ്രസ്താവന പോലും പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം രേഖാമൂലമുള്ള പ്രസ്താവനകൾ മാത്രം നൽകുന്നത്. മുജ്തബയുടെ സുരക്ഷ, പരിക്കുകൾ, അദ്ദേഹത്തെ ബന്ധപ്പെടുന്നതിലെ വെല്ലുവിളികൾ എന്നിവ കാരണം രാജ്യകാര്യങ്ങളിലെ തീരുമാനമെടുക്കൽ ജനറൽമാരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിതീവ്രവാദികൾ ഇപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും പുരോഹിതന്മാരുടെ സ്വാധീനം കുറഞ്ഞു വരികയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ. ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലുമാണ്. ഈ സമയത്ത് നിർണായക തീരുമാനങ്ങളുമായി നിറഞ്ഞു നിൽക്കേണ്ട മുജ്തബയുടെ അഭാവം വലിയ രീതിയിൽ തന്നെ പ്രകടമാകുന്നുമുണ്ട്. പരമോന്നത നേതാവ് എന്ന നിലയ്ക്കുള്ള തീരുമാനങ്ങൾ പ്രസ്താവനകളായി വരേണ്ടതിന് പകരം മതപുരോഹിതന്റെ പ്രസ്താവനകളാണ് ദേശീയ ടെലിവിഷനിൽ വായിക്കുകയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. മുജ്തബ ഖമനയി സുരക്ഷിതനാണ് എന്ന് തെളിയിക്കുന്നതിനായി അദ്ദേഹം സന്ദേശങ്ങൾ കൈമാറുന്നതായി കാണിക്കുന്ന AI ജനറേറ്റഡ് വീഡിയോകൾ പോലും ഭരണകൂടം ഉപയോഗിച്ചു. ആയത്തുള്ള അലി ഖമനയി സുപ്രീം ലീഡറായിരുന്ന സമയത്തെ ഇടപെടലുകളൊന്നും ഇന്ന് ഇറാനിൽ ഉണ്ടാകുന്നില്ല. ഫെബ്രുവരി 28-ന് അലി ഖമനയി US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. തങ്ങളുടെ ലക്ഷ്യം നിറവേറിയെന്ന് ട്രംപും നെതന്യാഹുവും കരുതിയിരുന്ന സമയത്താണ് മുജ്തബ ഖമനിയെ ഇറാൻ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ മുജ്തബയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി ട്രംപും നെതന്യാഹുവും അവകാശപ്പെട്ടു. ഇതിനുശേഷം ആരും മുജ്തബയെ പൊതുവിടത്തിൽ കണ്ടിട്ടുമില്ല. IRGC ഇറാന്റെ അധികാരം ഏറ്റെടുക്കുകയാണോ എന്നാണ് ഇതോടെ സംശയം ജനിക്കുന്നത്. ഈ മാറ്റം സമാധാന ശ്രമങ്ങൾക്കുള്ള ചർച്ചയിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇറാൻ വിമുഖത കാണിക്കുന്നതിൽ ഈ പുതിയ നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള സ്വാധീനം വ്യക്തമാണ്. രാജ്യത്തിന്റെ പരമാധികാരവും സ്വയംഭരണവും അടിയറവ് വെക്കാൻ തയ്യാറല്ലാത്ത ഒരു ഭരണ നേതൃത്വം തീർച്ചയായും ദുർബലമായ ഒരു സംവിധാനം എന്നതിനപ്പുറം പുനഃക്രമീകരിച്ച ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. സുപ്രീം ലീഡറായ മുജ്തബ ഖമനയുടെ അഭാവം ഇറാന്റെ ഇതുവരെയുള്ള ഭരണ രീതി അനുസരിച്ച് ഭരണ സംവിധാനത്തിന്റെ താളപ്പിഴവിനെയാണ് സൂചിപ്പിക്കേണ്ടത്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന IRGCയും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ SNSCയും സൈനിക ബന്ധങ്ങളുള്ള രാഷ്ട്രീയ വ്യക്തികളും അടങ്ങുന്ന ശക്തമായി ഏകോപിച്ച ഒരു ഭരണ സംവിധാനത്തെയാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്നത്. മാത്രമല്ല, അടുത്തിടെ IRGC മേധാവി അഹമ്മദ് വാഹിദി, സുരക്ഷാ മേധാവി മുഹമ്മദ് ബാഗർ സുൽഗാദിന്റെ സഹായത്തോടെ ഇറാൻ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രീകൃത വ്യക്തിയായി ഉയർന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ സിവിൽ സൈനിക നേതൃത്വങ്ങൾക്കിടയിൽ ഒരു ഭിന്നത എന്ന ധാരണയെ തിരുത്തി ഇറാൻ ഒരു സംയോജിത സംവിധാനമായി പ്രവർത്തിക്കുന്നുവെന്നും
നയതന്ത്രവും സൈനിക തന്ത്രവും അടുത്ത ബന്ധത്തിലാണ് എന്നുമുള്ള വിലയിരുത്തലിലേക്ക് വിദഗ്ധരെ എത്തിച്ചിട്ടുണ്ട്. IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ സ്ഥാപിക്കപ്പെട്ടത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു. ഇന്ന് IRGC ഇറാനിലെ ഏറ്റവും ശക്തമായ സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. സൈനിക ശക്തി എന്നതിനപ്പുറം ഇന്റലിജൻസ് ശൃംഖലയായും സാമ്പത്തിക കൂട്ടായ്മയായും പ്രാദേശിക അധികാര കേന്ദ്രം എന്ന രീതിയിലടക്കം IRGC വളർന്നു കഴിഞ്ഞു. ഒപ്പം ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലടക്കം സഖ്യകക്ഷികളായ ഗ്രൂപ്പുകളിലൂടെ സ്വാധീനം ചെലുത്താനും IRGCക്ക് സാധിക്കുന്നുണ്ട്. ആഭ്യന്തര നിയന്ത്രണത്തിന്റെ മേൽനോട്ടവും നിയന്ത്രണവും ബസിജ് സേനയ്ക്കാണ് എങ്കിൽ വിദേശ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് IRGCയുടെ ഖുദ്സ് ഫോഴ്സിനാണ്. മുജ്തബയുടെ അഭാവത്തിൽ ആഭ്യന്തര ഭിന്നതകൾ എന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും ഭ്രമങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഇറാന്റെ ഈ സൈനിക സുരക്ഷാ രാഷ്ട്രീയ നേതൃത്വം. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെ ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ പ്രതീകവൽക്കരിക്കാനായി ഭരണകൂടം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇറാനിൽ പരിഷ്കരണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ രീതി ആരും മറന്നു കാണില്ല. ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിൽ IRGC മുൻ കമാൻഡറായ ഗാലിബാഫിന്റെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. നയതന്ത്രജ്ഞരെയും പട്ടാളക്കാരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇറാനിലെ ചുരുക്കം രാഷ്ട്രീയക്കാരിൽ ഒരാളായി മാറിയിട്ടുണ്ട് ഗാലിബാഫ് ഇപ്പോൾ. 1979 ശേഷം പരമോന്നത നേതാവിന്റെ അനുമതിയും ഇടപെടലുമില്ലാതെ ഒരു തീരുമാനവും ഇറാനിൽ നടപ്പിലാകാത്ത സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. നേരിട്ട് നേതാവിന്റെ അനുമതിയോ അംഗീകാരമോ ആവശ്യമില്ലാത്ത ഒരു പുതിയ യുഗമാണ് ഇപ്പോൾ ഇറാനിൽ നടപ്പിലാകുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ. ഇത് തീർച്ചയായും ഇറാൻ പോലെ മതാധിഷ്ഠിത മത നേതൃത്വ ഭരണ സംവിധാനത്തിൽ പുതിയൊരു മാറ്റം തന്നെയാണ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ശൃംഖല, മിസൈൽ പ്രോഗ്രാം, ആണവശേഷി, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെ ഇറാനിയൻ ഭരണ സംവിധാനത്തെ കൃത്യമായി നിർവചിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. IRGC മേധാവി അഹമ്മദ് വാഹിദിയുടെ ഉയർച്ച ഇറാനെ കൂടുതൽ സംഘർഷപരമായ ഒരു നിലപാടിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇറാനിയൻ സൈന്യം നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു കിടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അമേരിക്കൻ ഉപരോധം തുടർന്നതോടെ കടലിടുക്ക് വീണ്ടും അടച്ചതായി IRGC പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് അരാച്ചിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായി. ഈ സംഭവങ്ങൾ സൈനിക രാഷ്ട്രീയ തലത്തിലുള്ള ആഭ്യന്തര കലഹത്തിനും ഭിന്നതയ്ക്കും തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. എന്നാൽ ഇക്കാര്യം നിഷേധിക്കുകയാണ് ഇറാൻ നേതൃത്വം.